പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹീതമായ മറ്റൊരു പ്രഭാതം കൂടി നമ്മുടെ ജീവിതത്തിലേക്ക് ദാനമായി നൽകി. ഈ അനുഗ്രഹീതമായ ദിവസത്തിൽ നമ്മുടെ കർത്താവിന് നമുക്ക് നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് ആരംഭിക്കാം. സ്തോത്രം. അവൻ്റെ കരങ്ങളെ പിടിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ ജീവിതത്തിൻ്റെ സമരമുഖങ്ങളിലേക്ക് നമുക്ക് യാത്ര ചെയ്യാം. നിങ്ങൾ ഇന്ന് പകൽ എന്ത് ചെയ്യണമെങ്കിലും അത് കർത്താവിനോട് ചേർന്ന് ചെയ്യാം. കർത്താവിൽ നിന്ന് സ്തോത്രം അതിൻ്റെ നന്മയും അനുഗ്രഹത്തെയും പ്രാപിക്കുവാൻ നമുക്ക് സാധിക്കുമല്ലോ. സ്തോത്രം. ഇന്ന് രാവിലെ ഉണർന്നെഴുന്നേറ്റ് യേശുവെ അങ്ങേക്ക് നന്ദി എന്ന് പറഞ്ഞവർക്കായി സ്തോത്രം. കർത്താവിൻ്റെ കരത്തിലേക്ക് ജീവിതത്തെ സമർപ്പിച്ചുകൊണ്ട് അവനോടൊപ്പം ചുവട് വെക്കുന്നവർക്കായി ഞാൻ സ്തോത്രം ചെയ്യുകയാണ്. നിങ്ങൾ ചുവടുകൾ വയ്ക്കാൻ നമ്മളെല്ലാം എടുത്തിയാട്ടക്കാരാണല്ലോ. നമ്മുടെ ചുവടുകൾ എടുത്തു ചാടുന്നതിന് മുൻപ് കർത്താവ്, നീ എൻ്റെ കരത്തെ പിടിക്കണം, നിന്നോടൊപ്പം ഞാൻ ചുവട് വയ്ക്കുന്നു എന്ന് പറഞ്ഞ് കർത്താവിനോട് ചേർന്ന് ചുവട് വയ്ക്കുവാൻ കഴിയട്ടെ. പരാജയങ്ങളെ നിങ്ങളിൽ നിന്ന് എന്നേക്കും ഓർമ്മയായി അത് മാഞ്ഞു പോകും എന്ന് പറഞ്ഞാൽ, പരാജയം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് കാണുവാൻ കഴിയാതെ വണ്ണം എന്നേക്കും ജയാളിയായ ഒരു ജീവിതത്തിൻ്റെ ഉടമയായി നിലനിൽക്കുവാൻ കർത്താവ് നിങ്ങളെ സഹായിക്കും. ജയം ക്രിസ്തുയേശുവിലൂടെ ഒരു ദൈവവൈതല്യം പരിപൂർണമായി അനുഭവിക്കാൻ കഴിയത്തുള്ളൂ. അതുകൊണ്ട് ജീവിതത്തിൽ ഉന്നതി പ്രാപിക്കണം, സക്സസ് ആകണം, അല്ലെങ്കിൽ വിജയം പ്രാപിക്കണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി സ്വന്തം കർത്താവിനോട് ചേർന്ന് ആലോചന ചോദിച്ച് കർത്താവിനോട് ചേർന്ന് നടന്ന കരത്തെ പിടിച്ച് നടക്കുവാൻ ഞാൻ ഹൃദയപൂർവ്വം നിങ്ങളെ ഉപദേശിക്കുകയാണ്. വളരെ വേഗത്തിൽ നമുക്കൊരു വചനഭാഗം വായിച്ച് ഇന്ന് പകൽ നമുക്ക് ദൈവിക സന്തോഷത്തെ പങ്കുവയ്ക്കുവാനിടയാകട്ടെ. യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായമാണ് അതിന് ആധാരമായി എടുത്തിരിക്കുന്നത്. അതിന് 17-ാമത് വാക്യമാണ് ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്നത്. എങ്കിലും 14 മുതൽ ഞാൻ വായിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. 13 മുതൽ. യേശു അവന്റെ മരണത്തെക്കുറിച്ച് ആയിരുന്നു പറഞ്ഞത്. ലാസറിന്റെ. എന്നെ നിദ്രയെക്കുറിച്ച് പറഞ്ഞു എന്ന് അവർക്ക് തോന്നിപ്പോയി. അപ്പോൾ യേശു സ്പഷ്ടമായി അവരോട് പറഞ്ഞു, ലാസർ മരിച്ചുപോയി. ഞാൻ അവിടെ ഇല്ലാഞ്ഞതുകൊണ്ട് നിങ്ങളെ വിചാരിച്ച് സന്തോഷിക്കും. നിങ്ങൾ വിശ്വസിപ്പാനിടയാകുമല്ലോ എന്ന് പറഞ്ഞു. ദിദിമോസ് എന്ന പേരുള്ള തോമസ് ശിഷ്യന്മാരോട്, അവനോട് കൂടെ മരിക്കേണ്ടതിന് നാമും പോക എന്ന് പറഞ്ഞു. ആ ഭാഗമാണ് എന്നെ ചിന്തിപ്പിച്ചത്. അവനോട് കൂടെ മരിക്കുവാൻ നാമും പോക എന്ന് പറഞ്ഞു. ഇതിനെ ഈ ആശയത്തെ അല്ലെങ്കിൽ ഈ വാക്കിനെ 2 നിലയിലാണ് എൻ്റെ ഹൃദയത്തിൽ വചനത്തിൽ പ്രകാശിപ്പിച്ചത്. ഒന്ന്, അതിനെ ഒരു വിമർശനാത്മകമായ നിലയിൽ എൻ്റെ മനസ്സിൽ വന്നപ്പോൾ തന്നെ മറ്റൊരു നിലയിൽ സ്തോത്രം അതിനെ ദൈവവചനത്തിൻ്റെ ആധികാരികതയിലൂടെ അതിനെ പ്രസന്റ് ചെയ്യുവാനും ആത്മാവ് എന്നെ പ്രേരിപ്പിച്ചിരിക്കുകയാണ്. സ്തോത്രം. അതിൻ്റെ 2 വശങ്ങളും എനിക്ക് ആകാവുന്നതുപോലെ ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്നു. പരിശുദ്ധാത്മാവ് നമുക്ക് ഒരുമിച്ച് ഗ്രഹിപ്പാൻ ഇടയാക്കി തീർക്കട്ടെ എന്നും പ്രാർത്ഥിക്കുന്നു. സ്തോത്രം. ഇപ്രകാരം പറഞ്ഞ ആ വാക്ക്, മരിക്കേണ്ടതിന് നാമം പോക എന്ന് പറഞ്ഞു. കർത്താവിൻ്റെ കൂടെ നടക്കുന്ന ശിഷ്യന്മാര് സ്തോത്രം കർത്താവിന് വേണ്ടി ജീവൻ വെക്കുവാൻ സന്നദ്ധമായിരുന്നു എന്നുള്ളതിൻ്റെ ഒരു ഭാഗവും കൂടെ നമുക്കവിടെ കാണുവാൻ കഴിയും. കാരണം അവർ പരിശുദ്ധാത്മാവ് വന്നതിന് ശേഷമുള്ള അവരുടെ യാത്രകളിൽ അത് നമുക്ക് സ്പഷ്ടമായി കാണുവാൻ കഴിയുമായിരുന്നു. ക്രിസ്തുവിന് വേണ്ടി മരിക്കുവാൻ അവർ സന്നദ്ധമാകുന്ന കാണുവാൻ കഴിയുമായിരുന്നു. കർത്താവിന് വേണ്ടി ഇറങ്ങി പുറപ്പെടുന്ന ഒരു ദൈവവൈതല്യ തീർച്ചയായിട്ടും സ്തോത്രം, എനിക്ക് എൻ്റെ ജീവൻ നഷ്ടപ്പെട്ടാലും എൻ്റെ പ്രാണനെ വയ്ക്കുവാൻ തപ്പോണം ഞാൻ അവനെ സ്നേഹിക്കുന്നു എന്നുള്ള ആ ഉറച്ച ദൃഢനിശ്ചയത്തോടെ വേണം സുവിശേഷത്തിന് വേണ്ടി ഇറങ്ങിത്തിരിക്കുവാൻ. അതായിരിക്കണം ഒരു സുവിശേഷകന്റെ സ്വതന്ത്രം ഹൃദയത്തിൽ ഉണ്ടായിരിക്കേണ്ട ഉറപ്പും ഭാവവുമൊക്കെ. എനിക്ക് എൻ്റെ കർത്താവിന് വേണ്ടിയാണ് ഞാൻ ജീവിക്കുന്നത്, മരിക്കുന്നത് എനിക്ക് ലാഭം എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡായിരിക്കണം നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയങ്ങളിൽ ഉണ്ടാകേണ്ടത് എന്ന് സ്വതന്ത്രം അതിൻ്റെ ഒരു പോസിറ്റീവ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു വശത്ത് നിന്നുകൊണ്ട് അങ്ങനെ സംസാരിക്കുവാൻ കഴിയും. അപ്പോൾ തന്നെ തോമസ് പറഞ്ഞ ഭാഗം, നാമും മരിക്കേണ്ടതിന് പോക എന്ന് പറയുമ്പോൾ യേശു എന്താണ് അവിടെ ചിന്തിക്കുന്നതെന്ന് നമുക്ക് കാണുവാൻ കഴിയും. കർത്താവിൻ്റെ കൂടെ പോകുന്നവരെല്ലാം മരിക്കുക എന്നുള്ള ലക്ഷ്യമാണോ കർത്താവ് ആഗ്രഹിക്കുന്നത്? അല്ല. സ്വതന്ത്രം. അതിനെപ്പറ്റിയാണ് ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്നത്. ഇവിടെ ആ നല്ല മനോഭാവത്തിനായി ഞാൻ നന്ദി പറയുന്നുണ്ട്. കാരണം പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്, എനിക്ക് ജീവിക്കുന്ന ക്രിസ്തുവും മരിക്കുന്ന ലാഭവും എന്നാണ് പറയുന്നത്. കർത്താവിന് വേണ്ടി എനിക്ക് പ്രാണൻ വെക്കുവാൻ സന്നദ്ധമാണെന്നാണ് പറയുന്നത്. ശിഷ്യന്മാരൊക്കെയും അങ്ങനെയാണ്. പത്രോസൊക്കെ തലകീഴായി തന്നെ ക്രൂശിക്കുവാൻ വേണ്ടിയാണ് സ്വതന്ത്രം അവരോട് പറയുന്നത്. സ്വതന്ത്രം. കാരണം അതുപോലെ കർത്താവിന് വേണ്ടി അവർ ഇറങ്ങാൻ നമുക്ക് നോക്കുമ്പോൾ കാണാൻ കഴിയും. സ്വതന്ത്രം നമ്മുടെ സഫാനോസ് അവർ കല്ലുകൾ എറിയുമ്പോൾ മുകളിലേക്ക് നോക്കുന്നു, സ്വർഗം തുറന്നിരിക്കുന്നു, പുത്രൻ പിതാവിന്റെ സന്നിധിയിൽ നിൽക്കുന്നതും കാണുന്ന സ്വതന്ത്ര മനോഹരമായ ഒരു ഭാഗം നമുക്ക് കാണുവാൻ കഴിയും. സ്വതന്ത്രം അവരെ പ്രാണൻ കൊടുക്കുന്നതിൽ അവരാരും ഖേദിച്ചിരുന്നില്ല. കാരണം കർത്താവിനെ അത്രമേൽ സ്നേഹിച്ചു. അവർ സത്യം അറിഞ്ഞിരുന്നു. ഞങ്ങളുടെ ഈ ജീവിതം താൽക്കാലികമാണെന്നും നിത്യതയാണ് ഞങ്ങൾക്ക് ഉറപ്പുള്ള വാസകേന്ദ്രമെന്നും അവർ ഓരോരുത്തരും അറിഞ്ഞിരുന്നു. അതായിരുന്നു അവരുടെ ജീവിത ലക്ഷ്യവും. അത് വെച്ചാണ് അവർ പറയുകയും പ്രസംഗിക്കുകയും ജീവിക്കുകയും ചെയ്തത്. ഓക്കെ. എങ്കിലും ഇന്ന് പ്രഭാതത്തിൽ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയമുള്ളവരെ, നമ്മൾ മരിക്കുക എന്നുള്ളതാണോ കർത്താവിനെ പിൻപറ്റുന്നവരുടെ ലക്ഷ്യം?
അല്ല. കർത്താവിനെ പിൻഗമിക്കുന്നവരുടെ ജീവിതം അനുഗ്രഹിക്കപ്പെടുക എന്നുള്ളതാണ്. കർത്താവിനെ പിൻപറ്റിയവരുടെ ജീവിതം സ്തോത്രം മരണത്തിലേക്കുള്ള യാത്രയല്ല. കർത്താവിനെ പിൻപറ്റിയവരുടെ ജീവിതം ജീവനിലേക്കുള്ളൊരു യാത്രയാണ്. അതിനെ ഒന്ന് ബോധ്യപ്പെടുത്തുക എന്നുള്ളതാണ്. തോമസ് പറഞ്ഞ വാക്ക് പലരിലും കൺഫ്യൂഷൻ. മരിക്കുവാൻ വേണ്ടി അവന്റെ പിന്നാലെ പോകാം. നോ, മരിക്കുവാൻ വേണ്ടിയല്ല അവന്റെ പിന്നാലെ പോവുക, ജീവിക്കുവാൻ വേണ്ടിയാണ് അവന്റെ പിന്നാലെ പോവുക. അതൊന്ന് പറയാൻ വേണ്ടിയാണ് ഞാൻ ഈ വാക്കെടുത്തതും പ്രാർത്ഥിക്കുന്നു. വളരെ വേഗത്തിൽ പ്രാർത്ഥിക്കും. എനിക്ക് നിങ്ങൾക്ക് ആശയങ്ങൾ മനസ്സിലാക്കുവാൻ കഴിഞ്ഞു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആ വാക്കിന് വേഗത്തിൽ താഴേക്ക് വരാം. 20 തൊട്ട് വായിക്കാം. ഓക്കെ, മാർത്തയേശു അതും വേണ്ട, 20 വിട്ട് നമുക്ക് താഴോട്ട് വരാം. നിന്റെ സഹോദരൻ സോദരി, ഇപ്പോഴും നീ ദൈവത്തോട് എന്തപേക്ഷിച്ചാലും ദൈവം നിനക്ക് തരുമെന്ന് ഞാൻ അറിയുന്നു, മാർത്ത പറയുകയാണ് എന്ന് പറഞ്ഞു. യേശു അവളോട്, നിന്റെ സഹോദരൻ ഉയർത്തെഴുന്നേൽക്കുമെന്ന് പറഞ്ഞു. മാർത്ത അവനോട്, ഒടുക്കത്തെ നാളിലെ പുനരുദ്ധാനത്തിൽ അവൻ ഉയർത്തെഴുന്നേൽക്കുമെന്ന് ഞാൻ അറിയുന്നു എന്ന് പറഞ്ഞു. യേശു അവളോട്. അതാണ് ശ്രദ്ധേയമായ. യേശു അവളോട് എന്നാണ് പറയുന്ന വാക്കെങ്കിലും തോമസേ നിനക്കൂടുള്ളതാണിത്. ഇന്നിനെ കേൾക്കുന്ന എനിക്കും നിങ്ങൾക്കൂടുള്ള വാക്യമാണ്. സ്വതം യേശു അവളോട്, ഞാൻ തന്നെ പുനരുദ്ധാനവും ജീവനുമാകുന്നു. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും, ജീവിച്ചിരുന്നതിൽ വിശ്വസിക്കുന്നവൻ ഒരു നാളും മരിക്കയില്ല. അത് വിശ്വസിക്കുന്നുവോ എന്ന് പറഞ്ഞു. സ്തോത്രം. അവിടെ തോമസ് മേളിൽ പറഞ്ഞ എന്താണെന്നറിയാം, നമുക്ക് അവന്റെ കൂടെ പോകാം. ശിഷ്യന്മാർ പറയുകയാണ്, കർത്താവ് പറയും ലാസറിനെ ഉയർപ്പിക്കാൻ പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ തോമസിന് അറിയാം അവിടെ ചെല്ലുമ്പോൾ യഹൂദന്മാരെല്ലാം വയലന്റ് ആകും, പ്രശ്നങ്ങളുണ്ടാകും, അവിടെ അക്രമം ഉണ്ടാകും, ഇവരെ ചിലപ്പോൾ തല്ലിക്കൊല്ലാൻ സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ ക്രിസ്തുവിനോടുകൂടെ ഏതായാലും ഇറങ്ങി തിരിച്ചു, ഇനി അവന്റെ കൂടെ പോകാം, എന്ത് വന്നാലും നേരിടാമെന്നുള്ള ഒരു മനോഭാവത്തോടെയാണ് പറയുന്നത്. മരിക്കാൻ ഇന്ന് സന്നദ്ധമായി അവന്റെ കൂടെ പുറപ്പെടുകയാണ്. ഏത് കാട്ടിലും കയറാം, ഏത് മലകളും കയറാം, ഏത് കലാപത്തിന് നടുവിലേക്കും അവന് വേണ്ടി ഇറങ്ങി പുറപ്പെടാം. ഒരു സുവിശേഷകത്തിന്റെ ആറ്റിറ്റ്യൂഡ് തോമസിലുണ്ട്. നല്ല കാര്യമാണ്. കാരണം എന്നാന്ന് ചോദിച്ചാൽ പിൻപറ്റിയ വിശ്വാസത്തിന് വേണ്ടി ജീവൻ കൊടുക്കുവാൻ സന്നദ്ധമാകുന്ന ആ നല്ല വിശ്വാസം നല്ലതാണ്. പക്ഷെ യേശുവിന് ഒരു കാര്യം പറയാനുണ്ട്. അതാണ് ഞാൻ നിങ്ങളോട് പറയാൻ വന്നത്. തോമസ് പറഞ്ഞത് ഏറ്റെടുത്ത് വെച്ച് കണ്ണുനീരും മോങ്ങലുമായിട്ട് ആരും ഇരിക്കരുത്. ഇന്ന് യേശു പറഞ്ഞതാണ് നിങ്ങൾ കേൾക്കേണ്ടത്. തോമസിനെ പോലെ പലരും അങ്ങനെ പറയും, ഈ വേലയ്ക്ക് ഇറങ്ങിയത് എന്റെ പ്രാണൻ കൊടുക്കാൻ വേണ്ടിയാണ് ഇറങ്ങിയത്, ഈ വേല എന്ന് പറഞ്ഞ കഷ്ടതയാണ്, ഈ വേല എന്ന് പറഞ്ഞ പട്ടിണിയാണ്, ഈ വേല ദുരിതത്തിൻ്റെതാണ്, ഈ വേലയ്ക്ക് വേണ്ടി എല്ലാം ഇറങ്ങി തിരിച്ച് കഴിയുമ്പോൾ സ്തോത്രം അവിടെയാണ് സ്വർഗം കിട്ടുന്നതെന്നൊക്കെയുള്ള മനോഭാവത്തോടെ കേൾക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അതുകൊണ്ട് അവർക്ക് തോമസ് ജീവൻ വെക്കാൻ സന്നദ്ധമായെന്ന് പറയുമ്പോൾ സ്തോത്രം അതാണ് യഥാർത്ഥത്തിൽ ഒരു പോരാളി എന്ന് നമുക്ക് തോന്നാം. എങ്കിൽ യേശുവിന് പറയാനുള്ളൊരു കാര്യമാണ് ഞാനിവിടെ പറയാൻ പോകുന്നത്. സ്തോത്രം. യേശു പറയുകയാണ്, തോമസിനോടുകൂടിയുള്ള വാക്കാണ് ആ വാക്ക്. സ്തോത്രം. പക്ഷെ അത് പറയുന്നത് ഇങ്ങനെയാണ്. യേശു അവളോട്, ഞാൻ തന്നെ പുനരുദ്ധാനവും ജീവനുമാകുന്നു. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും, ജീവിച്ചിരുന്നതിൽ വിശ്വസിക്കുന്നവൻ ഒരു നാളും മരിക്കുകയില്ല. അത് വിശ്വസിക്കുന്നു. അപ്പൊ യേശു അവനെ പിൻപറ്റിയവരോട് പറയുന്നത് മരിക്കാനല്ല, ജീവിക്കുവാനാണ് ഞാൻ നിന്നെ വിളിച്ചത്. എന്നിൽ വിശ്വസിക്കുന്നവൻ ഒരു നാളും മരിക്കുകയില്ലെന്നാണ് പറഞ്ഞത്. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കുമെന്നാണ് വിശ്വസിക്കുന്നത്. തോമസേ, നിനക്ക് തെറ്റുപറ്റി. അവന്റെ പിന്നാലെ പോയി മരിച്ച് പട്ടടങ്ങുവാനുള്ളതല്ല, അവന്റെ പിന്നാലെ പോയി ജീവനെ പ്രാപിക്കുവാനുള്ളതാണ്. സ്തോത്രം. അതെ, ഇന്നെ കേൾക്കുന്ന പ്രിയമുള്ള ഒരു പരിശുദ്ധാത്മാവ് നിങ്ങളോട് ഓർപ്പിക്കുന്ന, നിങ്ങൾ ഏത് അവസ്ഥയിലായിരുന്നാലും നിങ്ങളുടെ ആത്മാവിനെ ജീവന്റെ സമൃദ്ധിയിൽ നടത്തുവാൻ കഴിയുന്നവനാണ്, ജീവന്റെ നിറവിൽ നടത്തുവാൻ കഴിയുന്ന ഒരു ദൈവത്തെ പറ്റി എനിക്ക് പറയുവാനുള്ളത്. അതുകൊണ്ട് കർത്താവായ യേശു ക്രിസ്തുവിനെ പിൻപറ്റിയ ഒരാൾ ഉറച്ചു വിശ്വസിച്ചോണം, ഇനി നിനക്ക് മരണമില്ല. ഈ ജഡം ഉപേക്ഷിക്കപ്പെടാം, പക്ഷേ ആത്മാവ് സംബന്ധമായി നിത്യജീവനെ നീ പ്രാപിച്ചു കഴിഞ്ഞു. ജീവന്റെ നിറവിൽ നടക്കുന്നവൻ ഈ ഭൂമിയിലും അതുപോലെ തന്നെയാണ്. യേശുവിനെ പിൻപറ്റിയവന്റെ ജീവിതം അറുത്തു മുടിച്ച പിശാചിന്റെ ആ കരാളഹസ്തത്തിൽ നിന്ന് വിടുവിച്ചെടുത്തുകൊണ്ട് ആ ചെങ്ങലകളെ അറുത്തു മാറ്റിക്കൊണ്ട് ജീവന്റെ സമൃദ്ധിയിൽ നടത്തുവാൻ കർത്താവ് നിങ്ങളെ വിളിച്ചിരിക്കുന്നു. അതുകൊണ്ട് ഇന്ന് പകൽ എന്നെ കേൾക്കുമ്പോൾ പ്രിയമുള്ളവർ ഒരു കാര്യം ഓർത്തണം, കർത്താവിനെ പിൻപറ്റിയ നിന്റെ ജീവിതം ദുരന്തമല്ല, മരണമല്ല, ജീവന്റെ പുഷ്ടിയ, ജീവന്റെ സമൃദ്ധിയ അതിന്റെ ജീവിതത്തിൽ ഉണ്ടാകും. നമ്മൾ ഈ വർഷത്തിന്റെ ആരംഭത്തിലെടുത്ത വാഗ്ദത്ത വചനവും കൂടെ പറഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. അതേ, സങ്കീർത്തന പുസ്തകം 65-ാം അധ്യായത്തിൽ നിന്ന് നമ്മൾ എടുത്തിരിക്കുന്ന സ്വതന്ത്രമ വാഗ്ദത്ത വാക്യത്തിൽ ഇപ്രകാരമാണ് പറയുന്നത്, നിന്റെ സംവത്സരങ്ങളെ നന്മകൾ കൊണ്ട് ഞാൻ അലങ്കരിക്കും, നിന്റെ പാതകളെ പുഷ്ടി പൊഴിക്കുന്നതാക്കും. അതെ, അവൻ ജീവന്റെ സമൃദ്ധി നൽകുന്നവനാ, അവൻ നന്മകൾ കൊണ്ട് അലങ്കരിക്കുന്നവനാ, അവൻ നിന്റെ പാതയെ പുഷ്ടി പൊഴിക്കുന്നവനാ. അല്ലാതെ നിന്റെ മരണത്തിലേക്കും തകർച്ചയിലേക്കും തളർച്ചയിലേക്കും സ്വതന്ത്രം ദുരിതത്തിലേക്കും ദുരന്തത്തിലേക്കും തള്ളിവിടുവാൻ വേണ്ടിയല്ല യേശുവിന് പിന്നാലെ നീ ഇറങ്ങിയത്. ഇന്ന് യേശുവിനെ പിൻപറ്റി നീ ഇറങ്ങിയെങ്കിൽ നീ ഒരു കാര്യം ഓർത്തു, നിന്റെ മരിച്ച മണ്ഡലങ്ങൾ ജീവിക്കും, നിന്റെ ശൂന്യമണ്ഡലങ്ങൾ നിറവാർന്നു മാറും, നിന്റെ ദുഃഖങ്ങൾ ആനന്ദമായി മാറും. അതേ സ്തോത്രം, നിന്റെ പരാജയങ്ങൾ ജയങ്ങളായി മാറും, നിന്റെ നിന്ദകൾ മാന്യതകളായി മാറും, നിന്നെ അപമാനിച്ചെടുത്ത് നീ മാനിക്കപ്പെടുവാനിടയായിത്തീരും, തള്ളപ്പെട്ടെടുത്ത് നീ പ്രഥമ സ്ഥാനം അലങ്കരിക്കുവാനിടയായിത്തീരും. അതേ പ്രിയമുള്ളവർ, അതുകൊണ്ട് യേശുവിനെ പിൻപറ്റിയ എൻ്റെ മാന്യ സ്നേഹിതർ, സഹോദരങ്ങൾ, കുഞ്ഞുങ്ങൾ, പ്രിയമാതാക്കൾ, പ്രിയപിതാക്കൾ, എന്നെ കാണുന്ന എൻ്റെ കുഞ്ഞുങ്ങളോട്, എനിക്ക് പ്രിയമായവരോട് ഓർപ്പിക്കുവാനുള്ളത്, അതെ, അവൻ പറയുകയാണ്, നിന്നെ ജീവന്റെ സമൃദ്ധിയിൽ ഞാൻ നടത്തും, നീ ഒരു നാൾ നീ മരിക്കത്തില്ല. അപ്പൊ തോമസേ, നീ എന്നെ പിൻപറ്റി എൻ്റെ ശിഷ്യന്മാരിൽ നീ പറയുക നമുക്ക് മരിക്കാം, അല്ലല്ലല്ലല്ല, മരിക്കാൻ വേണ്ടിയല്ല ഞാൻ നിന്നെ വിളിച്ചത്, ജീവനോടെ ഇരുന്ന് എൻ്റെ പ്രവൃത്തികളെ വർണ്ണിക്കുവാനാ. അതെ, നീ ജീവനോടെ നിത്യതയെ പൽകുവാൻ വേണ്ടിയിരുന്നത്. അതെ, നിത്യജീവനെയാണ് ഞാൻ നിന്നിലേക്ക് പകർന്നിരിക്കുന്നത്. ഇനി നീ
മരിക്കുകയില്ല. ജഡം നീ ഉപേക്ഷിക്കും, പക്ഷെ നീ മരിക്കുന്നില്ല. നിന്റെ ആത്മാവിന് നിത്യതയുണ്ട്. അതുകൊണ്ട് ഈ ഭൂമിയിൽ നടക്കുമ്പോൾ നിന്റെ മരണത്തിന്റെ മണമല്ല നിന്നെ വഹിക്കുന്നത്, ജീവന്റെ തുടിപ്പുകളാണ് നിന്നെ നിലനിർത്തുന്നത്. ജീവന്റെ സമൃദ്ധിയാണ് നിന്നെ നിലനിർത്തുന്നത്. നീ ചെല്ലുന്നിടത്ത് നിനക്ക് അനുഗ്രഹമാണ്. നീ ചെല്ലുന്നിടത്ത് നീ ഉയർച്ചപ്പെടും. നീ കാൽ വയ്ക്കുന്ന മേഖലകൾ അനുഗ്രഹിക്കപ്പെടും. നിന്റെ വാക്കുകളിൽ ജീവൻ തുടിക്കും. നിന്റെ മുഖം പ്രസാദപൂർണമായി തീരും. നീ ഏത് മേഖലകളിൽ ചെന്നാലും ക്രിസ്തു നിന്നോടുകൂടി ഇരുന്ന് നിന്നെ അവിടെ അനുഗ്രഹിച്ച് അവിടെ വാഴുമാറാക്കുന്ന ഒരു നല്ല ദൈവം. ആ ദൈവത്തിന് മഹത്വമുള്ള കരങ്ങളിലേക്ക് ഈ പ്രഭാതം സമർപ്പിച്ചുകൊണ്ട് നമുക്ക് ഒരു വാക്ക് പ്രാർത്ഥിക്കാം. കരുണാസമ്പന്നനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഞങ്ങളുടെ പുത്രനും ഞങ്ങളുടെ രക്ഷിതാവുമായ യേശുവിന്റെ നാമത്തെ തിരുസലിലേക്ക് വരും. ഇന്ന് കേൾപ്പിച്ചതുപോലെ കർത്താവെ, നിന്നെ പിൻപറ്റുന്നവര് സ്തോത്രം തോമസ് പറഞ്ഞതുപോലെ അവന്റെ പിന്നാലെ പോകാൻ നമുക്കും മരിക്കാമെന്നല്ല കർത്താവെ, അവന്റെ പിന്നാലെ പോകാൻ നമുക്ക് ജീവന്റെ പുതുക്കത്തിൽ നടക്കാം. അത് ജീവന്റെ സമൃദ്ധിയിൽ നമുക്ക് നടക്കാം. അത് ആത്മാവിന്റെ നിറവിൽ നമുക്ക് നടക്കാം. നിത്യജീവനെ അവന്റെ പിന്നാലെ പോകാൻ നമുക്ക് നിത്യജീവനെ പ്രാപിക്കാം. മരണമില്ലാത്ത വാസത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. അതെ എന്റെ കർത്താവ്, നിന്റെ ജീവിത സാഹചര്യങ്ങളെ മാറ്റും, ദുരിതങ്ങളെ മാറ്റും, മരണത്തെ മാറ്റും, ഗൃഹങ്ങളെ മാറ്റും. നിന്റെ ജീവിതം നന്മയാക്കി തീർക്കും, അനുഗ്രഹമാക്കും, ഐശ്വര്യമാക്കും. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര, വേദനകൾക്ക് വിരാമമാകട്ടെ, കണ്ണുനീരുകൾക്ക് വിരാമമാകട്ടെ. നീ കടന്നു പോകുന്ന കെടുതികളിൽ നിന്ന് പുറത്തു വരട്ടെ. നിന്റെ ദുരിതങ്ങൾക്ക് ഇത് അവധി കൽപ്പിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുക. പിതാവെ അനുഗ്രഹിക്കുക. എന്നെ കാണുന്ന ഓരോ പ്രിയപ്പെട്ടവരെയും അവസ്ഥകൾക്ക് ഭേദം വരട്ടെ. അവരുടെ ജീവിതത്തിൽ പ്രത്യാശയും വിശ്വാസവും വർദ്ധിക്കട്ടെ. കർത്താവെ, അറുത്തുമുട്ടിച്ച പിശാചിനെ പുറത്താക്കി ജീവന്റെ സമൃദ്ധിയിൽ വരെ നടത്തണമേ, ജയോത്സവമായി നടത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ പ്രിയ സഹോദരങ്ങൾക്കായി പിതാവെ ഞാൻ അവിടുത്തെ കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. കൃപയുടെ കരങ്ങളിൽ ഈ പകൽ ജയോത്സവത്തിന്റെ പകലാകണം. അനുഗ്രഹവും ആനന്ദദായകവുമായി തീരട്ടെ. സകലവിധാനങ്ങൾ കൊണ്ട് നിറയ്ക്കണം. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഈ ചാനൽ വണ്ണിൽ ഓരോ കുടുംബാംഗങ്ങളെയും ഓർക്കുന്നു, അനുഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഈ മോർണിംഗ് മീറ്റിംഗ് റെഗുലറായി കാണുന്ന എൻ്റെ പ്രിയ സഹോദരങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു, അവരെ അനുഗ്രഹിക്കുന്നു. പുതുതായി കാണുന്നവരെ ഓർക്കുന്നു, പ്രാർത്ഥിക്കുന്നു, അനുഗ്രഹിക്കുന്നു. അവരുടെ നൊമ്പരങ്ങൾക്ക് അയവ് വരുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. തൃക്കരങ്ങളിലേക്ക് തരുന്നു. പിതാവ്, ഞങ്ങളുടെ പ്രാർത്ഥനയെ കേൾക്കുന്നതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ. കർത്താവ് ഒരു ഐശ്വര്യം അനുഗ്രഹിക്കട്ടെ. വാട്സപ്പ് നമ്പർ അടിയിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ പ്രയർ റിക്വസ്റ്റുകൾ ടെക്സ്റ്റ് ചെയ്യാം, സാക്ഷ്യങ്ങളും പങ്കുവയ്ക്കാം. പ്രിയപ്പെട്ടവരൊക്കെ വളരെ ദൂരെ നിന്നൊക്കെ വിളിക്കുന്നവരെ ഓർത്ത് ഞാൻ സ്തോത്രം ചെയ്യുന്നതിലെയും വളരെ ദുഃഖത്തോടെയും ഭാരത്തോടെയൊക്കെ ചില സഹോദരങ്ങൾ വിളിച്ചു. അവരെ ഓർത്ത് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇന്ന് ചില കുഞ്ഞുങ്ങളുടെ എക്സാമുകളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് വിളിച്ചവരുണ്ട്. പരീക്ഷയിൽ ധൈര്യത്തോടെ നിങ്ങൾ അവരെ അനുഗ്രഹിച്ചയക്കുക. ജയിച്ചുവാ എന്ന് നിങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ ജയിച്ചുവാ എന്നൊരു വാക്ക് പറഞ്ഞ് പിള്ളേരെ അനുഗ്രഹിച്ചയക്കുക കേട്ടോ. നിങ്ങളുടെ കുടുംബത്തിൽ നിങ്ങൾക്ക് എന്താ വേണ്ടത് അതാണ് നിങ്ങൾ പറയേണ്ടത് കേട്ടോ. ലോകം പറയുന്നതല്ല പറയേണ്ടത്. സാധ്യതകളാണ് നിങ്ങൾക്ക് വേണ്ടത് നിങ്ങൾ പറഞ്ഞോണം. അത് നിങ്ങൾക്ക് പ്രാപിക്കുവാൻ കഴിയും. കർത്താവ് അനുഗ്രഹിക്കട്ടെ. സ്തോത്രം. നമ്മുടെ ചാനൽ 1 സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും കാണുന്നെങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കൊക്കെ അത് പരിചയപ്പെടുത്തി കൊടുത്ത് അവരോടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും മീറ്റിംഗ് കൂടുവാനും ഒക്കെ ഒന്ന് പറയണം. അതുപോലെ തന്നെ നമ്മുടെ സൂം മീറ്റിംഗ് എല്ലാ ദിവസവും രാത്രിയിലോട്ട് വളരെ അനുഗ്രഹിക്കപ്പെട്ട കുടുംബ പ്രാർത്ഥനയാണ്. അത് ഓൺലൈൻ ചില ദിവസങ്ങളിലേ ഉള്ളൂ. ഓൾമോസ്റ്റ് എല്ലാ ഡേയിലും നമുക്ക് സൂമിലൂടെയാണ്. താല്പര്യമുള്ളവർ ചോദിച്ചാൽ സൂമിൻ്റെ ലിങ്ക് അയക്കാം. നിങ്ങളുടെ പ്രയർ റിക്വസ്റ്റുകൾ നമ്മൾ ഒരുമിച്ച് പങ്കുവയ്ക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യും. വലിയ അനുഗ്രഹമായി തീരും. ഗോഡ് ബ്ലെസ് യു. ലവ് യു ഡിയർ ഓൾ. നിങ്ങളുടെ പ്രിയ സഹോദരൻ മനോജ് മാത്യു.